الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. ബഹുമാന്യരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളും സ്വാലിഹീങ്ങളുമായ അവന്റെ അടിയാങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവിയായിരുന്ന മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ദീർഘമായ ഒരു കവിത രചിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പാടുന്ന ചില വരികൾ ഫജൂദി അലൈഹി ബിദ്ദുമൂഇ വഅഅ്വിലി لفقد الذي لا مثله الدهر يوجد وما فقد المعبون مثل محمد ولا مثله حتى القيامة يفقد. ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തന്റെ കണ്ണുകളോട് പറയാണ്, ഓ കണ്ണുകളെ, ഒന്ന് കരയൂ, ഒന്ന് വിലപിക്കൂ. ഒരു കാലത്തും തുല്യത കണ്ടെത്താൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ കാര്യത്തിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കഴിഞ്ഞു പോയവരുടെ നഷ്ടവിചാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടായില്ലല്ലോ എന്നുള്ളതാണ്. വരാനിരിക്കുന്ന ആളുകളുടെ സങ്കടമാകട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഒരാൾ ഞങ്ങൾക്കിടയിൽ ഇനി ഉണ്ടാവുകയുമില്ലല്ലോ എന്നതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ സ്വന്തം കണ്ണുകളോട് കരയാനും വിലപിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുപോയ ആളുകളുടെ, റസൂലുള്ളാഹിയുടെ മുമ്പേ ഇവിടെ ജീവിച്ച് മരിച്ചുപോയ ആളുകളുടെ, അവർ പോലും വിലപിക്കുന്നത് ഇങ്ങനെയൊരു മനുഷ്യൻ ഞങ്ങളുണ്ടായിരുന്ന കാലത്ത് ഉണ്ടായില്ലല്ലോ. റസൂലിന്റെ വഫാത്തിന് ശേഷം ഇനി വരാനിരിക്കുന്ന ഒരു ജനത, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഷമവും ഇനി ഇങ്ങനെ ഒരാൾ ഉണ്ടാവുകയില്ലല്ലോ എന്ന് പാടി പറയുകയാണ് ഹസ്സാൻ റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, ഈ ഒരു ചിന്ത ചിലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞ സൗഭാഗ്യവാന്മാരായ സ്വഹാബാക്കൾ, അവരെ സംബന്ധിച്ച് അവർ റസൂലിനെ കണ്ട് റസൂലിനോടൊപ്പം സഹവസിച്ച് റസൂലിനെ സ്പർശിച്ച് എല്ലാ ദിവസവും റസൂലിനൊപ്പം സമയം ചെലവഴിച്ച് അങ്ങനെയായിരുന്നു അവരുടെ ജീവിതം.
ആ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കൊതി തോന്നാറുണ്ട്. റസൂലിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു നിരാശ ഏതൊരു വിശ്വാസിയുടെയും മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാവുകയും ചെയ്യും. നമ്മളൊക്കെ പല അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ ശരീരവും ആരോഗ്യവും, നമ്മുടെ നല്ല ജോലിയും, അതുപോലെ തന്നെ നമ്മുടെ നല്ല കുടുംബവും, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിതിയും, നമ്മുടെ വാഹനവും, അങ്ങനെ എമ്പാടും അനുഗ്രഹങ്ങൾ നമ്മൾ എന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഓരോ നിമിഷവും അള്ളാഹുവിന്റെ വലിയ നിഅ്മത്തുകൾ നമ്മൾ അനുഗ്രഹിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിലൊക്കെ നമ്മൾ ഏറ്റവും ഇതിനൊക്കെ മുകളിലായി എണ്ണാറുള്ളത് ഈ ദീനിന്റെ ആളുകളായിക്കൊണ്ട് മുസ്ലിങ്ങളായി നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. എങ്ങനെയാണ് ഈ ദീൻ എന്ന് പറയുന്ന, ഈ ഹിദായത്ത് എന്ന് പറയുന്ന സിറാത്തുൽ മുസ്തഖീമാകുന്ന ഈ അനുഗ്രഹം നമുക്ക് വന്നു കിട്ടിയത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന വല്ലാത്തൊരു അനുഗ്രഹം, അള്ളാഹുവിന്റെ വല്ലാത്തൊരു ഔദാര്യം, റബ്ബിന് നമ്മോടുള്ള സ്നേഹം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ, ഒരു റസൂലിനെ നിയോഗിച്ചതിലൂടെ അള്ളാഹു വിശ്വാസികളുടെ മേൽ വല്ലാത്ത ഒരു അനുഗ്രഹമാണ് ചെയ്തിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് കാണുന്ന നേതാക്കളെ പോലെയോ അല്ലെങ്കിൽ ഇവിടെ പല നിലക്ക് അധികാര വാഴ്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ പോലെയോ ഒന്നുമല്ല. അധികാരത്തിന്റെ പിന്നാലെ പോകാതെ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഞാനൊരു വലിയ നേതാവാണ് എന്നുള്ള ആ ഒരു ആ ഒരു അഹങ്കാരമോ ആ ഒരു ഗർവമോ ഒന്നും കാണിക്കാതെ ജനങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ അവരിൽ ഒരാളായിക്കൊണ്ട് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. നോക്കൂ, നിങ്ങൾ പോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖന്തക്കിലെ ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഗാസയിലെ ജനങ്ങൾ പട്ടിണിയുടെ അങ്ങേയറ്റം താണ്ടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ അതാ ചെറിയ പൈതം മക്കളടക്കം അവിടുത്തെ മനുഷ്യന്മാർ വയറ്റത്ത് കല്ല് കെട്ടിവെച്ച ഫോട്ടോകളും വീഡിയോകളും നമ്മൾ കാണാൻ, പട്ടിണിയുടെ ഊക്കുകൊണ്ട്. ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ ഖന്തക്കിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ചരിത്രങ്ങൾ നമുക്ക് ഓർക്കാനുള്ള ഒരവസരമുണ്ടായിട്ടുണ്ട്. സഹാബാക്കൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് അവർ കിടന്നു കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും ഒരു സമയത്ത് വയറ് കാണിച്ചു കൊടുത്തുകൊണ്ട് റസൂലിനോട് പറയാൻ, റസൂലേ, ഇതാ ഞങ്ങൾ വയറ്റിൽ കല്ല് കെട്ടി വെച്ചിട്ടാണ് ഈ കിടന്നു കുഴിക്കുന്ന പണി ചെയ്യുന്നത്, വല്ലാത്ത പ്രയാസത്തിലാണുള്ളത്, പട്ടിണി സഹിക്കാൻ പറ്റുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്ന് പരാതി പറയുമ്പോൾ റസൂല് തന്റെ മേൽക്കുപ്പായം പൊക്കി അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടുത്തെ വയറിന് ചുറ്റും 2 കല്ലുകൾ കെട്ടിവെച്ചുകൊണ്ട്, അവരെക്കാളും വിശപ്പും പട്ടിണിയും സഹിച്ചുകൊണ്ട്. എന്നാൽ നിങ്ങൾ പണിയെടുത്തോളി, ഞാനിവിടെ കരക്കലുണ്ട് എന്ന് പറയുകയല്ല, അവരുടെ കൂട്ടത്തിൽ ഒരാളായി ഇറങ്ങി നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കാളും ശക്തമായ അത്യധ്വാനം ചെയ്ത ചരിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു നേതാവായി ചമഞ്ഞുകൊണ്ടുള്ള ഒരു പണിയല്ല റസൂൽ ചെയ്തിട്ടുള്ളത്. നേരെമറിച്ച് എന്താണോ ഒരു നേതാവ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അത് കാണിച്ചു കൊടുക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. ഈ ഒരു സ്നേഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് അത് ഒപ്പം ജീവിച്ച ആ ഒരു സ്വഹാബാക്കൾക്ക് മാത്രമുള്ളതല്ല. നേരെ മറിച്ച് റസൂലിന് നമ്മളോടടക്കമുള്ള സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച സ്നേഹം, പറഞ്ഞ സ്നേഹം, പ്രകടിപ്പിച്ച സ്നേഹം, സ്വഹാബാക്കൾക്കിടയിൽ ഖബറിന്റെ അടുക്കൽ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനിലെത്തി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഓ ഖബറിടങ്ങളിലെ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ, തീർച്ചയായും ഞങ്ങളൊക്കെയും നിങ്ങളിലേക്ക് വന്നെത്തേണ്ടവർ തന്നെയാണ്. വജിത്തു അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എനിക്കേറെ ഇഷ്ടമുള്ള, താല്പര്യമുള്ള, ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. അന്നാ ഖദ് റഅയ്നാ ഇഖ്വാനനാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കൊന്ന് കണ്ടുമുട്ടാൻ കഴിഞ്ഞെങ്കിൽ എന്നുള്ളത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ താല്പര്യത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി പ്രകടിപ്പിച്ച അവിടുത്തെ ഇഷ്ടം.
എനിക്കെന്റെ സഹോദരങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. അതുകൊണ്ട് അത് ശബ്ദം കേട്ടപ്പോ, ആ റസൂലിന്റെ വാക്കുകൾ കേട്ടപ്പോ സഹാബാക്കൾ ചോദിക്കുകയാണ്, അവലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, റസൂലേ ഞങ്ങൾ താങ്കളുടെ സഹോദരങ്ങളല്ലേ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻതും അസ്ഹാബി, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്, നിങ്ങൾ എന്റെ അസ്ഹാബുകളാണ്. വ ഇഖ്വാനി, എന്റെ സഹോദരങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് അല്ലദീന ലം യഅതൂ ബഅദു, അവരിപ്പോഴും വന്നിട്ടില്ല, അവർ നിങ്ങൾക്ക് ശേഷം വരാനുള്ളവരാണ്. ഇപ്പോൾ ജനിച്ചിട്ടില്ലാത്ത, എന്നോടൊപ്പം എന്നെ കാണാനും എന്നോട് സഹവസിക്കാനും കഴിഞ്ഞിട്ടില്ലാത്ത, എന്നാൽ എന്നിൽ വിശ്വസിക്കുന്ന വരാനിരിക്കുന്ന ഒരു തലമുറ, കുറെ മനുഷ്യന്മാർ, കുറെ വിശ്വാസികൾ, വിശ്വാസിനികൾ, അവരാണ് എന്റെ സഹോദരങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഉമ്മത്തിനെ സംബന്ധിച്ച്, ഈ ഉമ്മത്തിനോടുള്ള ഇഷ്ടം, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്കുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ആ റസൂൽ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിന് പരലോകത്ത് വെച്ച് നടക്കാനിരിക്കുന്ന ചില സംഭവങ്ങളുടെ നേർസാക്ഷ്യം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നരകത്തിൽ കടന്നിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത്. അതിനു മുമ്പേ, അതിലേക്കുള്ള വിചാരണ അത് നടക്കുന്നതിന് മുമ്പേ ഹിസാബിനു വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സമയമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. അവിടെ മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെട്ട്, പ്രവാചകന്മാരും അവരുടെ അനുചരന്മാരും പിന്നീട് വന്ന ഉമ്മത്തീങ്ങളും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഓരോ മനുഷ്യരും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഏറ്റവും അവസാനം ജനിച്ചു വീണ് മരണപ്പെട്ടു പോയ ഒരു കുഞ്ഞടക്കം എല്ലാവരും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. അവിടെ വർഷങ്ങളോളം ഹിസാബിനു വേണ്ടി കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ആ സമയത്ത് ഓരോ നബിമാരുടെ അടുക്കൽ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഓരോ നബിമാരുടെയും അടുക്കലേക്ക് ഈ മനുഷ്യന്മാർ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ആദം നബിയോട് ചെന്നിട്ട് പറയുന്നു, നിങ്ങളെ മനുഷ്യന്മാരുടെ ഉപ്പയാണ്, എല്ലാവരുടെയും വാപ്പയാണ് നിങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശഫാഅത്തിനെ ചോദിക്കണം, അള്ളാഹുവിനോട് ഹിസാബ് ഒന്ന് വേഗത്തിലാക്കാൻ വേണ്ടി താങ്കളൊന്ന് ആവശ്യപ്പെടണമെന്ന് ചോദിക്കണം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, നഫ്സി നഫ്സി, എന്റെ കാര്യം തന്നെ, ഞാൻ വല്ലാത്ത ബേജാറിലാണുള്ളത്, ഞാൻ ആകെ അടങ്ങേറിലാണുള്ളത്, ഞാൻ ചെയ്തു പോയ കാര്യങ്ങൾ, അവിടത്തേക്ക് പറ്റിപ്പോയിട്ടുള്ള ന്യൂനതകൾ, അതിന്റെ വിഷയത്തിൽ ഞാൻ ഭയക്കുന്നു എന്ന് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത നബിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് ജനങ്ങൾ വരുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും പറയുന്നു, നഫ്സി നഫ്സി, എനിക്കെന്റെ കാര്യത്തിൽ തന്നെ ബേജാറുണ്ട്. ഓരോ നബിമാരുടെയും അടുക്കലേക്ക് അതാ മനുഷ്യന്മാരെ പറഞ്ഞേക്കണം, അവരൊക്കെയും വരുന്നു, ചോദിക്കുന്നു, അവരൊക്കെയും പറയുന്നു നഫ്സി നഫ്സി. അങ്ങനെ അവസാനം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തുമ്പോൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾ സങ്കടം ബോധിപ്പിക്കുമ്പോൾ, അതാ മഹ്ശറിൽ വെച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ ആ ഒരു രംഗത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എന്റെ റബ്ബേ, എന്റെ ഉമ്മത്തിന്റെ കാര്യം, എന്റെ ഉമ്മത്തിന്റെ കാര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു പറയുന്ന രംഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ നബിമാർക്കും അള്ളാഹു ഒരു പ്രാർത്ഥന നൽകിയിട്ടുണ്ട്, ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന എല്ലാ നബിമാരും ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് വേണ്ടി മഹ്ശറിലേക്ക്, പരലോകത്തേക്ക് ആ പ്രാർത്ഥന നീക്കിവെച്ചു. എന്തൊക്കെ പ്രയാസങ്ങൾ, എന്തൊക്കെ ത്യാഗത്തിന്റെ കൊടിമുടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താണ്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും ആ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടില്ല, നേരെമറിച്ച് അത് പരലോകത്തേക്ക് നീക്കിവെച്ചു എന്നാണ് റസൂൽ പറയാണ്. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ, ഓരോ നബിമാർക്കും ഉത്തരം നൽകപ്പെടുന്ന, നിർബന്ധമായും ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതു, എല്ലാ നബിമാരും അവരുടെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ധൃതി കാണിച്ചു. അവർ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അത് നേരത്തെയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്റെ ദഅവത്തിനെ നീട്ടിവെച്ചിരിക്കുകയാണ്. ശഫാഅത്തിൽ ഉമ്മത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ നിർവഹിക്കുന്ന ശഫാഅത്താണ് എന്റെ ആ ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മളെ എത്ര സ്നേഹിച്ച, നമുക്ക് ഈ ദീന് കിട്ടാൻ കാരണമായ, ഈ ഹിദായത്തിന് ഹേതുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ കാണാതെ നമ്മളെ ഇഷ്ടപ്പെട്ട, നമ്മെ അങ്ങേയറ്റം സ്നേഹിച്ച, നമ്മളെ കാണണമെന്ന് ആഗ്രഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പരലോകത്ത് എല്ലാവരും കൈമലർത്തുമ്പോഴും
ഏറെ ദുനിയാവിൽ പ്രയാസം അനുഭവിച്ച ഘട്ടങ്ങളിൽ പോലും പ്രാർത്ഥിക്കാതെ എടുത്തുവച്ച പ്രാർത്ഥന നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലിനെ സ്നേഹിക്കാതിരിക്കാൻ ഒരു വിശ്വാസിക്ക് എന്ത് ന്യായമാണുള്ളത്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ, അവന്റെ ദീന് അത് പൂർത്തിയാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നല്ലാതെ അവന് ഒരു നിവൃത്തിയുമില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഏവരെക്കാളും, സ്വന്തം ശരീരത്തെക്കാളും, വാപ്പയെക്കാളും, ഉമ്മയെക്കാളും ഏതൊക്കെ മനുഷ്യരുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഈ ദുനിയാവിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ സംഗതി ഉണ്ട്, അതിനേക്കാളും എല്ലാം മുകളിലായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാളെ സ്നേഹിക്കാത്തിടത്തോളം ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾക്കും വിശ്വാസിയാകാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ നമ്മോട് പറയുന്നത്, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറതുക്കും വഅംവാലിൻ ഖതറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർദൗനഹാ. നമുക്ക് വേണ്ടപ്പെട്ട സകല കാര്യങ്ങളും അല്ലാഹു എണ്ണാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഭാര്യമാരും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റുള്ള കുടുംബ ബന്ധുമിത്രാദികളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ കച്ചവടവും ബിസിനസ്സും നിങ്ങളുടെ വീടും അതൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും ജിഹാദിനേക്കാളും പ്രിയപ്പെട്ടത് എങ്കിൽ അള്ളാഹു അവന്റെ കൽപ്പനയും കൊണ്ടുവരുന്നതിനെ, അള്ളാഹു അവന്റെ ശിക്ഷയും കൊണ്ടുവരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് റസൂലിനെ സ്നേഹിക്കുന്ന, എല്ലാം കഴിഞ്ഞിട്ട് പടച്ചവനെ സ്നേഹിക്കുന്ന, എല്ലാം കഴിഞ്ഞിട്ട് ദീനിനെ സ്നേഹിക്കുന്ന അങ്ങനെ ആളുകളെ കുറിച്ച് എന്താ പറയുക? ഫാസിഖീങ്ങൾ എന്നാ പറയുന്നത്. അങ്ങനെയുള്ള തെമ്മാടികൾ അവരെ അള്ളാഹു ഒരു കാലത്തും നന്നാക്കൂല, അവർക്ക് ഹിദായത്ത് കിട്ടൂല എന്ന്. ശരി, എല്ലാത്തിനും മുകളിൽ അള്ളാഹുവിനെയും റസൂലിനെയും ദീനിനെയും ജിഹാദിനെയും ഒക്കെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം എന്നാണ്, ഹിദായത്ത് അവർക്കുള്ളതാണ് എന്ന്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വേറെയുള്ള കാര്യങ്ങളൊക്കെ പെട്ട അവരവനേക്കാളും റസൂലിനെ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ്. അതാണ് സ്വഹാബാക്കളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരിക്കൽ പറയുന്നുണ്ട്, റസൂലേ, എന്നെ കഴിഞ്ഞാൽ, എന്റെ സ്വന്തം കാര്യം കഴിഞ്ഞാൽ, എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് താങ്കളാണ്. റസൂൽ പറഞ്ഞു കൊടുക്കാണ്, ഉമർ, താങ്കൾ വിശ്വാസിയായിട്ടില്ല, ഞാനായിരിക്കണം താങ്കളെക്കാളും താങ്കൾക്ക് പ്രിയപ്പെട്ടവൻ. അപ്പൊ തിരുത്തി ഉമർ റളിയല്ലാഹു അൻഹു, പിന്നത്തേക്ക് വെച്ചില്ല, അപ്പോൾ തിരുത്തി പറഞ്ഞു, റസൂലേ, ഇപ്പോഴിതാ ഞാൻ പറയുന്നു, താങ്കളാണ് എനിക്ക് വേറെന്തിനേക്കാളും പ്രിയപ്പെട്ടത്. ഉമർ, ഇപ്പോഴാണ് ഉമർ താങ്കളുടെ വിശ്വാസം അത് പൂർത്തിയായത് എന്ന് നമുക്ക് പറഞ്ഞ് കാണാൻ സാധിക്കും. അതാണ് അവർക്ക് റസൂലിനോടുണ്ടായിരുന്ന ഇഷ്ടം എന്ന് പറയുന്നത്. റസൂൽ എന്താണോ പറഞ്ഞത് അത് അപ്പോൾ സ്വീകരിക്കുക, റസൂൽ എന്താണോ മാതൃക കാണിച്ചത് അത് അതുപോലെ സ്വീകരിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരു സുന്നത്ത് പോലും വിടാതെ റസൂല് ഒരു വഴിയിലൂടെ നടന്നാൽ റസൂൽ എവിടെ കാലുകുത്തിയോ അവിടെ കാലുകുത്താൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കുമായിരുന്നു. അത്രയും റസൂൽ കാലുകുത്തിയ ആ ഇടം പോലും അങ്ങനെ റസൂലിനെ പിന്തുടരാൻ ശ്രമിച്ച സ്വഹാബാക്കൾ. ഒരു ചരിത്രം കാണാം, ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് അത് പറയപ്പെടുകയാണ്. അതായത് നിങ്ങൾ ഒറ്റ ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല, ഒരു കാലിൽ ചെരുപ്പിട്ടിട്ട് നടക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അത് ചർച്ച ചെയ്യപ്പെട്ടപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഈ ഹദീസ് സംഗതി അത് മനസ്സിലായി, ബോധ്യപ്പെട്ടു, ശരിയാണ്, പക്ഷേ പള്ളിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോ ചെരുപ്പ് വെച്ചോടത്തല്ല ഉണ്ടാകുക. അതിങ്ങനെ പല ആളുകളും വന്ന് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി, ഒരു ചെരുപ്പ് ഒരു സ്ഥലത്തും ഒരു ചെരുപ്പ് ചിലപ്പോൾ മറ്റോടത്തും ഉണ്ടാകുക. അപ്പൊ ഈ ഒരു ചെരുപ്പിട്ട് അടുത്ത ചെരുപ്പെടുക്കാൻ വേണ്ടി ഒരു 2 അടി നടന്നാൽ അതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാണ്, അതിന് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ട് ഒരു കാലെടുത്ത് വെക്കുന്ന സമയം അതിനോട് വിരുദ്ധമാകാൻ ഞാൻ ഇഷ്ടപ്പെടുകയില്ല എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. അതായത് ആ ചെരുപ്പ് കയ്യിലെടുത്ത് പോയിട്ട് അവിടെ ഇട്ട് രണ്ടും കൂടി ഒപ്പം ധരിക്കാൻ, അതാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. 2 അടി ആ ഒറ്റക്കാലുമ ചെരുപ്പിട്ട് നടക്കുന്നത്, ഒരു ആവേശത്തിന് വേണ്ടി നടക്കുന്നത്, അതുപോലും സുന്നത്തിന് വിരുദ്ധമാകുമോ എന്ന് അവർ ഭയപ്പെട്ടു. അതായിരുന്നു അവർക്ക് റസൂലിനോടുണ്ടായിരുന്ന ഇഷ്ടം, മമത എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും, ഒരാൾക്ക് ഈമാനിന്റെ മധുരം നുകരണമെങ്കിൽ റസൂലിനെ സ്നേഹിക്കാതെ നിവർത്തിയില്ല. സലാത്തുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യം ഉണ്ടായാലേ ഈമാനിന്റെ മധുരം ഒരാൾക്ക് കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടൂല. മുഅ്മിനാന്ന് പറഞ്ഞ് നടക്കാം, മുസ്ലിമാന്ന് പറഞ്ഞ് നടക്കാനേ ഉള്ളൂ. ഇതിന്റെ ഒരു മധുരം നുകരാൻ സാധിക്കണമെങ്കിൽ, ഇതൊരു ആസ്വാദനമായി, ദീൻ എന്ന് പറയുന്നത് എന്തോ തലച്ചുമടേറ്റ് നടക്കുന്ന പോലത്തെ അങ്ങനെ പ്രയാസം പിടിച്ച ഒരു സംഗതിയല്ല. നേരെ മറിച്ച് ഇതിലൊരു മധുരമുണ്ട്, ഒരു ആസ്വാദനമുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ അല്ലാഹുവും റസൂലും വേറെന്തിനേക്കാളും അവന് പ്രിയപ്പെട്ടത്, ഇഷ്ടപ്പെട്ടത് ആയിത്തീരണം. അല്ലാത്തവരേക്കും ഈ പറഞ്ഞ ആസ്വാദനം ദീനിൽ ഒരാൾക്ക് കിട്ടൂല. ഇത് ഭയങ്കര ഇടങ്ങറായിട്ടേ തോന്നുള്ളൂ. നമുക്ക് ഇടങ്ങറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹിജ്റ വേളയിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം റസൂലിന്റെ 4 പാടും ഓടി നടക്കണം. റസൂലിനൊന്നും പറ്റാൻ പാടില്ല, റസൂലിനെ അപകടപ്പെടുത്താൻ ആരും വരാൻ പാടില്ല എന്നുള്ള ആ ഒരു ചിന്ത. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു ശത്രുക്കൾ ആക്രമിക്കും, കൊലപ്പെടുത്തും എന്ന് തന്നെ തീർച്ചപ്പെടുത്തിയ ഒരു സമയത്ത് റസൂലുള്ളാഹിക്ക് പകരം അവിടുത്തെ വിരിപ്പിൽ കയറി കിടക്കാൻ തയ്യാറായി. ജീവൻ പോയാലും വേണ്ടില്ല, എന്റെ റസൂലാണ് എനിക്ക് വലുത് എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു സമർപ്പണം അലി റളിയല്ലാഹു അൻഹു നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഉഹദിന്റെ യുദ്ധ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ ഒരുക്കിയ കെണിയിൽ ചവിട്ടി വീണ് അവിടുത്തെ കാല് കുടുങ്ങി, കാല് പുറത്തെടുക്കാൻ കഴിയാതെ അങ്ങനെ സ്തബ്ധരായി നിൽക്കുന്ന ഒരു സമയമുണ്ട്. റസൂൽ കുടുങ്ങി എന്ന് കണ്ടപ്പോ ശത്രുക്കൾ പാഞ്ഞു വരികയാണ്. ഇപ്പോഴാണ് അവസരം, മുഹമ്മദിനെ കൊലപ്പെടുത്താൻ ഇതാണ് തക്കം എന്ന് മനസ്സിലാക്കി ഓടി വരുന്ന ശത്രുക്കളെ കാണാൻ സാധിക്കും. ആ സമയത്ത് എണ്ണപ്പെട്ട ചില സ്വഹാബാക്കൾ, വിരലെണ്ണാവുന്ന ചില സ്വഹാബാക്കൾ, അവർ ഈ അപകടം മനസ്സിലാക്കി റസൂലിന്റെ ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട്. ഒരു മതില് പോലെ റസൂലിന്റെ ചുറ്റും ഒരു വലയം തീർത്ത സ്വഹാബാക്കൾ. ആ കൂട്ടത്തിൽ ത്വൽഹ ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലിന്റെ നേരെ മുമ്പിലാണ് നിൽക്കുന്നത്, റസൂലിന്റെ നേരെ മുമ്പിൽ നിൽക്കുകയാണ്. അദ്ദേഹം റസൂലിന് പുറംതിരിഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കാരണം അവിടുന്നാണ് ആക്രമണം ഉണ്ടാവുക, അവിടുന്നാണ് ആയുധങ്ങൾ വരിക, അവിടുന്നാണ് അമ്പെയ്യുക, അവിടുന്നാണ് കുന്തം കൊണ്ടെറിയുക, അവിടുന്നാണ് വാളുകൊണ്ട് വെട്ടുക. റസൂലിന്റെ അടുത്തേക്ക് തിരിഞ്ഞിന്ന് അതൊന്നും കാണാൻ കഴിയില്ല. അപ്പൊ റസൂലിൽ നിന്ന് പുറംതിരിഞ്ഞ് ആക്രമണം വരുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് മുഖം കൊടുത്തുകൊണ്ട് എന്താക്രമണം വന്നാലും അതൊക്കെ തടുക്കാൻ സ്വന്തം ശരീരം നിവർത്തിപ്പിടിച്ചുകൊണ്ട് ത്വൽഹ ബിൻ ഉബൈദില്ലാഹ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ എന്താ നടക്കുകയെന്ന് അറിയാൻ വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ തോളിലൂടെ എത്തി നോക്കുന്നുണ്ട്. അത് കണ്ടപ്പോ, അതിങ്ങനെ ഇടം കണ്ണിലൂടെ കണ്ടപ്പോ ത്വൽഹ റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്, ശരീരത്തിൽ 70-ലധികം 80-ലധികം എന്നൊക്കെ റിപ്പോർട്ട് കാണാം. അത്രയും വെട്ടുകൊണ്ട് കൈ അറ്റു തൂങ്ങി നിൽക്കുന്ന സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലിനോട് എന്താ പറഞ്ഞതെന്നറിയോ? റസൂലേ, ഇങ്ങനെ എന്റെ തോളിലൂടെ എത്തിച്ചു നോക്കരുത്, എന്റെ തോളിലൂടെ യുദ്ധമുഖത്തേക്ക് താങ്കൾ എത്തിച്ചു നോക്കരുത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഏറോ, ഏതെങ്കിലും ഒരു വെട്ടോ താങ്കളുടെ മുഖത്ത് പതിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നത്. ആരായി പറഞ്ഞ സഹോദരങ്ങളെ? ശരീരത്തിൽ 80 വെട്ടും കുത്തുമേറ്റ് ശരീരം നുറുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ പിന്നിൽ നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, റസൂലേ എത്തിച്ചു നോക്കല്ലേ. ആ ത്യാഗം ഒന്ന് ആലോചിച്ച് നോക്കുന്നു, ആ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കുന്നു. കൺമുമ്പിൽ ആയുധം ഇങ്ങനെ പാഞ്ഞു വരുന്നത് കണ്ടിട്ട് ഒരു അണുവിട മാറാൻ തയ്യാറാകാതെ നിന്നോടത്ത് നിൽക്കാൻ വേണ്ട ആ ധൈര്യം, ആ സ്നേഹം കൊണ്ടുണ്ടായതാണ്. റസൂലിനെ അവരെ സ്നേഹിച്ചത് അങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. റസൂലിന്റെ ഒപ്പം ജീവിച്ച സ്വഹാബത്ത് അങ്ങനെയായി. നമുക്കിന്ന് അവസരമില്ല റസൂലിനൊന്ന് കെട്ടിപ്പിടിക്കാനോ, റസൂലിനൊന്ന് ചുംബിക്കാനോ, റസൂലിനൊന്ന് കാണാനോ പോലും നമുക്കിന്ന് അവസരമില്ല. അങ്ങനെ സ്നേഹിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസ് നമ്മെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ആ അവസരം ഈ ദുനിയാവിൽ നമുക്ക് കിട്ടില്ല, ആ അവസരം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എല്ലാവർക്കും നിർബന്ധമായൊരു ബാധ്യത, റസൂലിനെ സ്നേഹിക്കാനുള്ള ആ ഒരു ബാധ്യത അത് ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ്. നമ്മൾ റസൂലിനെ സ്നേഹിക്കണം. എങ്ങനെയാ റസൂലിനെ സ്നേഹിക്കുന്നത്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു. വിശ്വാസത്തെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമ്മുടെ സകല കർമ്മങ്ങളിലും, നോട്ടത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും
എല്ലാത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കൊണ്ടുവന്നുകൊണ്ട് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചുകൊണ്ട് സുമ്മ ലം യർതാബു, പിന്നീട് ഒരു സംശയത്തിനും ഇടയില്ലാതെ, പിന്നീട് ഒരു നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ ത്വൽഹാ റളിയല്ലാഹു അൻഹു നിന്നാ നിപ്പുണ്ടല്ലോ, യുദ്ധത്തില് ആയുധങ്ങൾക്ക് മുമ്പിൽ നിന്നാ നിപ്പുണ്ടല്ലോ, ആ നിൽപ്പ് വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം, ഇസ്തിഖാമത്തോടു കൂടി നമ്മൾ നിൽക്കണം. അങ്ങനെയാണ് ഇന്ന് റസൂലിനെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞു. റസൂലുള്ള വിശ്വാസം, അവിടുത്തെ പേര്, അവിടുത്തെ വിശേഷണങ്ങൾ, അവിടുത്തെ ശരീരപ്രകൃതി, ഇതൊക്കെ ഹദീസിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സുന്നത്തായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ട അവിടുത്തെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, മൗനാനുവാദങ്ങൾ, ഇതൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്ന് റസൂലിനെ നമ്മൾ സ്നേഹിക്കാൻ. ആ വിശ്വസത്തിന്റെ ശേഷം സുമ്മലം യർതാബു, പിന്നൊരു സംശയവുമില്ല, പിന്നൊരു നിഷേധവുമില്ല. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറ്റുമോ? ഇതൊക്കെ ഇന്ന് കാലഘട്ടത്തിൽ പറ്റുന്ന സംഗതിയാണ്. ഒരു ഹദീസ് കേൾക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇത് ഖുർആനിലൊന്നും കാണില്ലല്ലോ, ഖുർആനിലതൊക്കെ പോരെ നമുക്ക്, ഈ ഹദീസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പിന്നെ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹദീസിനെ ഒരു രണ്ടാം തരമായി കാണുന്ന, അങ്ങനെ പറയുന്ന, പ്രചരിപ്പിക്കുന്ന ആളുകൾ. സഹോദരങ്ങളെ, സുമ്മലം യർതാബു, റസൂല് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചെന്ന് പറഞ്ഞോണ്ടായില്ല. സുമ്മലം യർതാബു, പിന്നൊരു സംശയം ഉണ്ടാകാൻ പാടില്ല, പിന്നൊരു നിഷേധവും ഉണ്ടാകാൻ പാടില്ല. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആരെങ്കിലും ഒരാൾ അങ്ങനെ സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ബോധ്യപ്പെട്ട ഹദീസിലുള്ളതാണ്, ബുഖാരിയിലുള്ളതാണ്, മുസ്ലിമിലുള്ളതാണ്. എന്നാലിപ്പോ എന്താ, ഹദീസല്ലേ, അത് സുന്നത്തല്ലേ. ചില ആളുകൾ അങ്ങനെ, നമ്മൾ നിസ്കരിക്കണ്ടല്ലോ, നോമ്പൊക്കെ ഉണ്ടല്ലോ, പറ്റാണെങ്കിൽ നമ്മൾ ഹജ്ജൊക്കെ ചെയ്യുമല്ലോ, ഇന്നിപ്പോ ഇതൊക്കെ അതൊക്കെ സുന്നത്തല്ലേ. സുന്നത്തൊരു രണ്ടാം തരം, സുന്നത്തൊരു രണ്ടാം തരം. സഹോദരങ്ങളെ, അങ്ങനെ പറയുന്നുവെങ്കിൽ റസൂൽ, ആരാണോ റസൂലിന്റെ സുന്നത്താണ്, ഹദീസാണ് എന്നൊക്കെ ബോധ്യപ്പെട്ടിട്ടും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത് എങ്കിൽ, വിശ്വാസികളുടെ മാർഗമാകുന്ന സുന്നത്തിനെ കൈയൊഴിയുന്നത് എങ്കിൽ നുവല്ലിഹി മാ തവല്ല, ഓൻ തിരിഞ്ഞോടത്തേക്ക് ഞാൻ അവനെ നടത്തുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഓൻ എങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ട് വിടും അവനെ. വനുസ്ലിഹി ജഹന്നം, എന്നിട്ട് ആ പോക്ക് എങ്ങോട്ടാണെന്നറിയോ? നരകത്തിലേക്ക്, ജഹന്നമിലായിരിക്കും അവൻ എത്തിച്ചേരുക. വസാഅത്ത് മസീറ, അത്ര മോശമായ എത്തിച്ചേരുന്ന സ്ഥലം, സങ്കേതം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. വമൻ യുശാഖിഖില്ലാഹ വറസൂലഹു ഫഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, ആരെങ്കിലും അല്ലാഹുവിനും റസൂലിനും പുറംതിരിഞ്ഞു നിൽക്കുന്നുവെങ്കിൽ അല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അല്ലാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തെ പൂർണ്ണമായി കൊണ്ട് പിൻപറ്റി. പിന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് സൂപ്പർ മാർക്കറ്റ് അല്ല, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം, ബാക്കിയുള്ളതൊക്കെ അവിടെ വെക്കാൻ. ഇത് ദീനാണ്. ദീന് സൂപ്പർ മാർക്കറ്റ് അല്ല. ഇവിടെ നമുക്ക് വേണ്ടതല്ല എടുക്കൽ. ഇവിടെ എല്ലാം സ്വീകരിക്കപ്പെടാനുള്ളത്, തള്ളാനുള്ളതൊന്നുമില്ല. കൊള്ളാനുള്ളത് മാത്രമേ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളൂ, കൊള്ളാനുള്ളത് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ളൂ. അങ്ങനെ സുന്നത്തിൽ നിന്ന് നമുക്ക് വേണ്ടത് തെരഞ്ഞെടുക്കുക, അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല. എല്ലാം എടുക്കാനുള്ളത് മാത്രം. ആ രൂപത്തിൽ തന്നെ നമ്മൾ ദീനിനെ ഉൾക്കൊള്ളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെയാണോ സ്നേഹിക്കുന്നത് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ റസൂലിനെ പിൻപറ്റൂ എന്ന്, നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെടാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റസൂലിനോട് ആവശ്യപ്പെടുകയാണ്. യുഹ്ബിബുകുമുല്ലാഹ്, റസൂലിനെ പിൻപറ്റിയോ അള്ളാഹുവിന്റെ ഇഷ്ടം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഇഷ്ടം വാങ്ങുക. അള്ളാഹുവിന്റെ ഇഷ്ടം നേടൽ അങ്ങനെയാണ്. അത് നമ്മൾ പടച്ചോനെ സ്നേഹിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ആ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. അത് അള്ളാഹു പറഞ്ഞിടത്ത് നിൽക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാർഗേണ ഗമിക്കലുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്താണ്. ഈ ആയത്തിന്റെ ഒരു വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അടക്കമുള്ള മുഫസ്സിറുകൾ കൊണ്ടുവന്ന
ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റു മുഹദ്ദിസുകളും ഒക്കെ ഉദ്ധരിച്ച ഒരു സംഭവം, ഒരു അസർ നമുക്ക് കാണാൻ സാധിക്കും. ആ റിവായത്ത് ഇപ്രകാരമാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യാം. ലഅനല്ലാഹുൽ വാസിമാത്തിൽ മുസ്തൗശിമാത്ത് എന്ന് തുടങ്ങുന്ന ഒരു ഹദീസ് ഉണ്ട്. പച്ച കുത്തുന്നതും അത് ചെയ്യിക്കുന്നതും പുരികം പറിക്കുന്നതും അത് ചെയ്യിക്കുന്നതും ഭംഗി കൂട്ടാനായി പല്ലിന്റെ നിരയൊപ്പിക്കുന്നതും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മാറ്റം വരുത്തുന്നതുമൊക്കെ അള്ളാഹു വെറുത്ത, അള്ളാഹു ശപിച്ച കാര്യങ്ങളാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പൊ ആ റിപ്പോർട്ട് അത് പറയപ്പെട്ടപ്പോ നന്നായി ഖുർആൻ ഓതാറുണ്ടായിരുന്ന ഒരു സ്ത്രീ, ഉമ്മു യഅഖൂബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ ചോദിക്കുകയാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങൾ ഈ പറഞ്ഞ ഹദീസ് ഇങ്ങനെ ഒരു സംഗതി കേൾക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ആളുകളൊക്കെ നിങ്ങൾ ശപിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ, അള്ളാഹു ശപിക്കുന്നു, നിങ്ങൾ ശപിക്കുന്നു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിങ്ങൾ ശപിക്കുന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ഉമ്മു യഅഖൂബ് റളിയല്ലാഹു തആല അൻഹ അവർ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചവരെ ശപിക്കാതിരിക്കാൻ എനിക്കെന്തു ന്യായമുണ്ട്? ഞാൻ ശപിക്കുന്നത് എന്തുകൊണ്ടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചത് കൊണ്ടാണ്. വഹുവ ഫീ കിതാബില്ല, അത് അള്ളാഹുവിന്റെ കിതാബിലുണ്ട് താനും എന്ന് പറഞ്ഞു. അത് അള്ളാഹുവിന്റെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ചോദിച്ചു, ഇവർ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന, നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ലഖദ് ഖറഅതു മാ ബൈന ലൗഹൈൽ മുസ്ഹഫി ഫമാ വജദതുഹു, ഖുർആനിന്റെ രണ്ട് ചട്ടക്കുള്ളിലുള്ളതെല്ലാം ഞാൻ പാരായണം ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ പറഞ്ഞ ഞാൻ അതിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതൊരു കുതർക്കത്തിന് വേണ്ടിയോ കുബുദ്ധിയായിട്ടോ ചോദിക്കണല്ല, നിങ്ങൾ അതിലില്ല അതുകൊണ്ട് ഞാൻ സ്വീകരിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, അറിയാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും അവർ ചോദിക്കുകയാണ്. ഈ രണ്ട് ചട്ടക്കുള്ളിൽ മുഴുവൻ വായിച്ചിട്ടും ഞാനിത് കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കല്ലേ, ഇൻ കുൻതി ഖറഅതീഹി ലഖദ് വജദതി, നീ അത് വായിച്ചിരുന്നുവെങ്കിൽ നിനക്ക് കാണാമായിരുന്നു. ഖാല അല്ലാഹു അസ്സ വജൽ വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, ഈ ആയത്ത് നിനക്ക് കാണാൻ പറ്റുമായിരുന്നു എന്ന്. അഥവാ അല്ലാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത്, എന്താണോ പറഞ്ഞത്, എന്താണോ ചെയ്യാൻ കൽപ്പിച്ചത്, അത് നിങ്ങൾ ഫഖുദൂഹു, അത് നിങ്ങൾ എടുക്കുക. വമാ നഹാകും അൻ, എന്താണോ റസൂൽ വിരോധിച്ചത്, ഫൻതഹു, അത് നിങ്ങൾ കൈയൊഴിയുക. ഈ ആയത്ത് നിനക്ക് കാണാൻ പറ്റുന്നു. ഈ ആയത്ത് എന്താ പറഞ്ഞത്? റസൂൽ എന്തു പറഞ്ഞോ അത് ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബിലുള്ളതാണ്. റസൂൽ ഒന്നും സ്വന്തമായി പറയുന്നതല്ല, റസൂൽ ഒന്നും സ്വന്തമായി പറയുകയില്ല. അങ്ങനെ പറഞ്ഞാൽ റസൂലിനെ സംബന്ധിച്ചോളം അള്ളാഹു പറയണ്ടേ, അള്ളാഹു റസൂലിന്റെ കൊരവള്ളി പിടിക്കുന്നവർ, അവിടുത്തെ കൊരവള്ളി പിടിക്കുമെന്നാണ്, അത് ഛേദിച്ചു കളയുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. റസൂൽ അങ്ങനെ പറയുന്നുള്ളതുകൊണ്ടോ ചെയ്യുന്നുള്ളതുകൊണ്ടോ അല്ല, നേരെ പറഞ്ഞാൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി റസൂൽ എന്ത് പറഞ്ഞാലും അത് ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബിലുള്ളതാണ്, അള്ളാഹുവിന്റെ ശറഇലുള്ള ശരീഅത്തിലുള്ളതാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെ ഈ ചരിത്രങ്ങളും ഹദീസുകളും ഒക്കെയും അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരും. ഇത് നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു മോട്ടാണ്, നമ്മുടെ ഒരു മുദ്രാവാക്യമാകണം. റസൂൽ ഫഖുദു, റസൂൽ കൊണ്ടുവന്നതാണോ ഒരു മടിയില്ല, നമ്മൾ എടുക്കും, നമ്മൾ സ്വീകരിക്കും. വമാ നഹാകും അൻ, റസൂൽ ഒന്ന് വിരോധിച്ചു എന്നറിഞ്ഞാൽ പിന്നെ അതിന് വിട്ടുവീഴ്ചയില്ല, അത് നമ്മൾ ഒഴിവാക്കും ചെയ്യും. അതൊരു വിശ്വാസിയുടെ നിലപാടാണ്. ആ നിലപാടില്ലാതായിക്കൊണ്ട് പോയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും. അതുകൊണ്ട് നമ്മളിങ്ങനെ കാണുന്നത് ചുറ്റുഭാഗത്തും ആകെ പ്രയാസങ്ങളും പരിവട്ടങ്ങളും ഒക്കെ. നമ്മളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ ഈ ദീനിങ്ങനെ കുറേശ്ശായിട്ട് നമ്മൾ കൈവിട്ടത് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, സുന്നത്ത് മുറുകെ പിടിക്കുക, അങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കുക. ഒരു വല്ലാത്ത സമയത്തേക്കാണ് ഇപ്പം നമ്മൾ കടക്കാൻ പോകുന്നത്. സഫർ ഏകദേശം പൂർത്തിയായി, റബീഉൽ അവ്വൽ തുടങ്ങാൻ പോകുക. ഇനിയിപ്പോൾ ചില ആളുകൾക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകാനുണ്ട്, ഒരു പ്രത്യേക നബി സ്നേഹം ഉണ്ടാകാൻ. അങ്ങനെ ഒരു നബി സ്നേഹം ഈ വമാ ആതാകുമുർ റസൂൽ എന്ന് പറഞ്ഞല്ലോ, അതിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഫഖുദൂഹു, നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. റബീഉൽ അവ്വൽ ആകാൻ നമ്മളൊട്ട് കാത്തിരിക്കുകയും വേണ്ട. ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ സെക്കൻഡിൽ പോലും റസൂലിനെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട മുറപ്രകാരം സ്നേഹിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് ബിദ്അത്തുകളിൽ ആപതിക്കുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്ത, രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ചെയ്തു കൂട്ടിയ നന്മകൾ
എത്ര ചെറുതായിരുന്നാലും അള്ളാഹു വലിയ പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അത്തിയാളുന്ന നരകത്തിന്റെ കഠോരമായ ശിക്ഷകളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പീഡനങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും റബ്ബ് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ വലിയ സ്ഥാനങ്ങൾ നൽകി ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم حاسبنا حسابا يسيرا. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذريتنا